everyone, welcome back to Salem Learning. Anita Miss ആണ്. സോ മക്കളെ, നാളെയാണ് നമ്മുടെ ആദ്യത്തെ എക്സാം അല്ലേ, നമ്മുടെ ഇന്റഗ്രേഷൻ 1 എന്ന് പറയുന്ന പരീക്ഷ. അപ്പോൾ നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എക്സാമിന് ഉറപ്പായിട്ടും വരുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ ഇതാണ്ട് ക്വസ്റ്റ്യൻ, അതായത് നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാലും ഇതുപോലെ നിങ്ങൾക്ക് ഒരു ചെറിയ വിവരണവും അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയൊരു വിവരണം കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ കൂടെയുള്ള ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ഇവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത് ഒന്ന് വായിച്ചു നോക്കിക്കേ. ഞാൻ ഇന്ന് അമ്മാവന്റെ വീട്ടിൽ പോയി. വീടിന് മുന്നിൽ വലിയ തോട്ടമുണ്ട്. മാവും പേരയും ചാമ്പയും തെങ്ങും കവുങ്ങും ധാരാളമുള്ള തോട്ടം. ചാടിക്കളിക്കുന്ന അണ്ണാനും പറന്നു കളിക്കുന്ന കിളികളുമുണ്ട്. തെങ്ങിൻ പൊത്തിൽ ഒരു തത്തയെ കണ്ടു. ചിലന്തി വലയിൽ വലിയ ചിലന്തിയെ കണ്ടു. ഞാനും ജാനിയും പേരയ്ക്കയും ചാമ്പയ്ക്കയും തിന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു ചിത്രവും മക്കൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഈ വിവരണത്തിന്റെ കൂടെയുള്ള ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, അമ്മാവന്റെ വീട്ടിൽ പോയത് ആരാണ്? ആരാണ് ഇവിടെ അമ്മാവന്റെ വീട്ടിൽ പോയത്? നമുക്കിവിടെ കാണാനായിട്ട് പറ്റൂലേ, ഞാനും ജാനിയും കൂടി ചാമ്പയ്ക്കയും പേരയ്ക്കയും തിന്നു എന്നിവിടെ പറയുന്നുണ്ട്. അപ്പൊ ആരൊക്കെയായിരിക്കും ഇവിടെ അമ്മാവന്റെ വീട്ടിൽ പോയത്? യെസ്, ഈ ഒരു കഥയിലെ കൂട്ടുകാരനും ജാനിയും. ഓക്കെ, അപ്പൊ കൂട്ടുകാരൻ ഒരു പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കൂട്ടുകാരന്റെ പേര് പറയാം. ഇവിടെ ഇപ്പൊ കൂട്ടുകാരൻ ഞാൻ എന്നാണ് അഭിസംബോധന ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താണ്, ഈ കഥയിലെ കൂട്ടുകാരനും ജാനിയും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ഏതാണ്? അണ്ണാൻ എന്താണ് ചെയ്യുന്നത്? അതാണ് അടുത്ത ചോദ്യം. അപ്പൊ ഇവിടെ എവിടെയാണ് നമുക്ക് അണ്ണാനെ പറ്റി പറയുന്ന കാര്യങ്ങൾ കാണാനായിട്ട് പറ്റുന്നത്? യെസ്, ഇതാ ചാടിക്കളിക്കുന്ന അണ്ണാനും പറന്നു കളിക്കുന്ന കിളികളുമുണ്ട്. അപ്പൊ അണ്ണാൻ ഇങ്ങനെ ചാടിക്കളിക്കുവാണല്ലേ, അതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. ഇനി അടുത്ത ചോദ്യം ഏതാണ്? ചിലന്തി എവിടെയാണുള്ളത്? ചിലന്തി എവിടെയുള്ളത് ഒന്ന് നോക്കിക്കേ. യെസ്, ഇതാ ചിലന്തി വലയിൽ വലിയ ചിലന്തിയെ കണ്ടു. അപ്പൊ ചിലന്തി ഉള്ളത് ചിലന്തി വലയിലാണ്. ഇനി അടുത്ത ചോദ്യം ഇതാ, തോട്ടത്തിലുള്ള ഏതെങ്കിലും 2 മരങ്ങളുടെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമുക്ക് നോക്കിയാലറിയാം, ഇവിടെ 2 എണ്ണമല്ല, ധാരാളം മരങ്ങളുടെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? മാവുണ്ട്, പേരയുണ്ട്, ചാമ്പയുണ്ട്, തെങ്ങുണ്ട്, കവുങ്ങുണ്ട്, അങ്ങനെ ധാരാളം മരങ്ങളുള്ള തോട്ടങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇനി അടുത്ത ചോദ്യം ഏതാണ്? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഈ ചിത്രത്തിന് യോജിച്ച വരി കണ്ടെത്തുക. അപ്പൊ ചിത്രം ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടല്ലോ. ഒരു മരത്തിലെ കൂടിനുള്ളിലുള്ള ഒരു പക്ഷി. ഏത് പക്ഷിയാണിത്? തത്തമ്മയാണല്ലേ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഒരു വരി ഇതിൽ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നോക്കിക്കേ, ഏതായിരിക്കും ഇത്? യെസ്, ഇതാ തെങ്ങിൻ പൊത്തിൻ ഒരു തത്തയെ കണ്ടു. അപ്പൊ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വരി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ടോ ആ വിവരണം വായിച്ചിട്ട് അല്ലെങ്കിൽ ആ കഥയൊക്കെ വായിച്ചിട്ട് അതിൻ്റെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഇതുപോലെ താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനായിട്ട് ശ്രമിക്കാം. ഓക്കെ അല്ലേ? യെസ്. ഇനി നമ്മളിത് അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. രോഗങ്ങൾ വരാതിരിക്കാൻ നിങ്ങൾ എന്തെല്ലാം മുൻകരുതലുകൾ സ്വീകരിക്കും? അല്ലെ, നമുക്കറിയാലോ ഇപ്പൊ പലതരത്തിലുള്ള രോഗങ്ങൾ നമ്മളുടെ പുറകെ വരുന്നുണ്ടല്ലേ. ഇതും അതിൻ്റെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അതിജീവിക്കണം. അതിനേക്കാളും നല്ലതല്ലേ അതൊക്കെ വരാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പൊ രോഗങ്ങളൊക്കെ വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ശുചിയായിട്ടിരിക്കണം, നമ്മുടെ പരിസരം ശുചിയാക്കണം, നമ്മളെ തന്നെ ശുചിയാക്കണം. അതായത് വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും ഒക്കെ അത്യാവശ്യമാണ്. അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ്, രോഗങ്ങൾ വരാതിരിക്കാൻ എന്തെല്ലാം മുൻകരുതലുകൾ സ്വീകരിക്കണം? അപ്പൊ നിങ്ങൾ ഒരു 4 എണ്ണമെങ്കിലും ഒന്ന് പഠിച്ചു വെക്കുക. ഒരു ഉദാഹരണത്തിന് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? വ്യക്തി ശുചിത്വം പാലിക്കുക, അതായത് നമ്മളെ തന്നെ എന്താണ്, വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ആഹാരം കഴിക്കുന്നതിന് മുമ്പ് നമ്മുടെ കൈയൊക്കെ വൃത്തിയായിട്ട് കഴുകുക. മലിനജലം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. ചപ്പുചവറുകൾ വലിച്ചെറിയരുത്. വീടും പരിസരവും വൃത്തിയായിട്ട് സൂക്ഷിക്കണം. മാലിന്യങ്ങൾ പൊതുസ്ഥലത്ത് നിക്ഷേപിക്കരുത്. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പം നമ്മളെല്ലാവരും ഇതാ അടിപൊളിയായിട്ട് എക്സാമിന് വേണ്ടി ഇങ്ങനെ പ്രിപ്പറേഷൻ നടത്തുവാണ്. അപ്പം ഇന്ന് കൃത്യം 7:30 നമ്മുടെ മെഗാ മാരത്തോണുമായിട്ട് ഞാനും നമ്മുടെ അഖിലാമിസും വരുന്നുണ്ട്. നിങ്ങൾ ആ ഒരു ലൈവിൽ ഉറപ്പായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചുകൊണ്ട് വരണം കേട്ടോ. ഇനി അങ്ങോട്ടേക്കുള്ള എല്ലാ എക്സാംസുകളും നമുക്ക് ഇതുപോലെ അടിപൊളിയാക്കാം. ഇതുപോലെ നിങ്ങൾക്ക് വേണ്ടി എല്ലാ സംഭവങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിൽ നമ്മളിവിടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള കുട്ടി ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. ആൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.